രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വീട്ടിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്. മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും പിണറായി വിജയനൊപ്പമുണ്ട്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് രാജേഷിന് ജീവൻ നഷ്ടമായത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ബിനിൽ ലീല സാബു അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, പ്രതിപക്ഷ നേതാവ് പിണറായി രാജേഷിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവർ സംസാരിക്കുന്നത്? സ്വാതി, അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജേഷിന്റെ കല്ലിയൂരുള്ള വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് രാജേഷിന്റെ ഭാര്യയുമായും കുട്ടികളുമായും അദ്ദേഹം സംസാരിക്കുകയാണ്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് രാജേഷിനെ നാടിന് നഷ്ടമായത്. മറ്റ് ആളുകൾ രക്ഷിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. 4 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിച്ചത്. തുടർന്ന് തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ വലിയ വിവാദങ്ങളാണ് അക്കാര്യത്തിൽ ഉണ്ടായത്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന് CCTV ദൃശ്യങ്ങളടക്കം അതിൻ്റെ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർമാരോടക്കം പ്രതികരണം വന്നതാണ്. അവിടെ കൃത്യമായ ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിലാണ് ആ മൃതദേഹം ഇവിടെ നിന്നും കണ്ണൂരിൽ നിന്നും ഇവിടെ തലസ്ഥാനത്തേക്ക്, അത് ചാവക്കാട് വരെ അങ്ങനെയാണ് എത്തിച്ചത്. അതിൽ ആംബുലൻസ് ഡ്രൈവറിൻ്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്. തുടർന്ന് വീണ്ടും മറ്റൊരു ഫ്രീസറുള്ള ആംബുലൻസ് കണ്ടെത്തി പിന്നീടാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. അങ്ങനെ ആ മൃതദേഹത്തോട് വേണ്ട പരിഗണന നൽകിയില്ല എന്ന വലിയ പരാതി ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ പറയുകയും ചെയ്തതാണ്. സർക്കാരിന് അതിൽ കൃത്യമായി വീഴ്ചയുണ്ടായെന്ന് അന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ആരോപിക്കുകയും ചെയ്തതാണ്. പിന്നീട് അവിടെ തഹസിൽദാർ ആശ്വസിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് നേരം അദ്ദേഹം കുടുംബവുമായി സംസാരിച്ചു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നും കരുതുന്നു. എന്തായാലും അദ്ദേഹം ഇവിടേക്ക് വരുമ്പോൾ മുൻമന്ത്രിയായിട്ടുള്ള PA മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ജില്ലാ സെക്രട്ടറി വി ജോയി അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. ഇവിടെ നിന്നും അദ്ദേഹം പോവുക വിഴിഞ്ഞത്തേക്കാണ്. വിഴിഞ്ഞം പുല്ലുവിളയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലേക്കാണ്, ജോണിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോവുക. കുടുംബത്തെയും അദ്ദേഹം സന്ദർശിക്കും. അവിടെ ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായതിലും സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായി, ഏകോപനത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള പരാതി ഉയർന്നതാണ്. അത് കൃത്യമായി തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ 2 കുടുംബങ്ങളിലേക്കാണ് അദ്ദേഹം ഇന്ന് എത്തിയത്. ആദ്യം ഇവിടേക്ക് രാജേഷിന്റെ കുടുംബത്തിലേക്ക് എത്തി. നേരത്തെ ഈ രാജേഷിന്റെ കുടുംബം മാധ്യമങ്ങൾ കണ്ടപ്പോൾ രാജേഷിന്റെ ഭാര്യ ഉൾപ്പെടെ പറഞ്ഞത് അവർക്ക് വലിയ കടത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു ജോലി, സ്ഥിര വരുമാനം ലഭിക്കണം, ആ ജോലി ഉണ്ടാവണം, അതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് ഭാര്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. അവിടെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആ ഇടപെടൽ ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടതുമാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത് പരിഗണിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു. അക്കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിനോടും ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ രാജേഷിന്റെ 2 മക്കളാണ് കൂടെ ഉള്ളത്. ഇരുവശത്തുമായി രാജേഷിന്റെ മക്കളെ ചേർത്ത് പിടിച്ചാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പുറത്തേക്ക് വരുന്നത്. ആ കുട്ടികളുടെ ഉൾപ്പെടെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അച്ഛനുമായി സംസാരിക്കുമ്പോൾ, രാജേഷുമായി സംസാരിക്കുമ്പോൾ അച്ഛൻ, ഇളയ മകനാണ് നമ്മളോട് സംസാരിച്ചത്. ഇളയ മകൻ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ അച്ഛൻ സംസാരിക്കുമ്പോൾ തൻ്റെ കൈ പരിക്ക് പറ്റിയത് അച്ഛൻ കണ്ടു. അങ്ങനെ കൈ പരിക്ക് പറ്റിയത് കണ്ടപ്പോൾ അച്ഛൻ കരഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞ ആ കുട്ടി നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ വളരെ വൈകാരികമായ ഒരു രംഗമായിരുന്നു, അല്ലെങ്കിൽ പ്രതികരണമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. നിലവിൽ എന്തായാലും പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് നേരമാണ് കുടുംബവുമായി അദ്ദേഹം ചിലവഴിച്ചത്. കുടുംബവുമായി സംസാരിച്ചു. പ്രധാനമായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജോലി ഉൾപ്പെടെയുള്ള ആവശ്യം ആ കുടുംബത്തിന് ഉണ്ട്. അത് സർക്കാരിനോട് പറഞ്ഞതുമാണ്. അക്കാര്യം വീണ്ടും പ്രതിപക്ഷ നേതാവുമായി പങ്കുവെച്ചെന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്.